കൊല്ല് ടൈറ്റായ ചാവൂ. ഞങ്ങൾ രണ്ടും നല്ലോണം അടികൂടി. ഹലോ കൂട്ടുകാർ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നു കരയും കേട്ടോ. നോക്കട്ടെ ഇവൻ മാറ്റി. ഞങ്ങൾ രണ്ടും നല്ലോണം അടികൂടി വഴക്കൂടിയിട്ടാണ്ട് കരയാട്ടോ പൊന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടോ, ഞാൻ എന്തൊക്കെയോ ദേഷ്യം കയറിപ്പോൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. കണ്ടോ പൊന്നു സങ്കടം കയറിയ പിന്നെ മിണ്ടൂല കേട്ടോ. എങ്ങോട്ടാ പോണേ? അടുക്കളയിൽ പോവാ. കൊച്ചിനെ എടുക്കുന്നേ തമാശ കളിക്കരുത്. കൊച്ചവിടെ അറ്റത്താ കിടക്കുന്നേ. വേണ്ട, ഞാൻ ഇല്ല, ഞാൻ തോരൻ വെക്കിട്ട് വരുന്നു. നീ വാ. എന്താ പറ്റിയേ? കുഞ്ഞവിടെ ഒറ്റയ്ക്കാണേ. വാ പോയിട്ട് വരാലോ. ഞാൻ എന്റെ പൊന്നു ഞാൻ വഴക്കൂടിയേ. കൊച്ചവിടെ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. കൊച്ചു എണീച്ച് കരയുന്നുണ്ടോ? ഒന്ന് എടുത്തിട്ട് വന്നേ. അതന്നെ പറഞ്ഞേ. നീ ഇപ്പൊ നമ്മളോട് ഒന്നിച്ചു പോകും. വാ പോട്ടെ. ഇപ്പൊ മറിഞ്ഞടിച്ച് വീഴാനായിട്ട് തമാശ കളയാതിവിടുന്ന്. കൊല്ലാൻ നോക്ക്, കൊല്ല് ടൈറ്റായ ചാവൂലോ. എന്റെ മോനെ കൊച്ചു കയ്യില്. ശരി. ഇറങ്ങാൻ പോകുന്നുണ്ടോ? വെറുതെ പാങ്കും കുറവൊന്നും വന്നിട്ടൊന്നും കാര്യമില്ല. പ്രാങ്കൊന്നുമല്ല. ആയിക്കോട്ടെ. എന്തോ പ്രാങ്ക് നടക്കുന്ന കാര്യ. ഒന്ന് പൊയ്ക്കേ. തവ കൊണ്ട് ഞാൻ തരും. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? എനിക്ക് എന്നെ വേണ്ട, കൊച്ചിനെ മതി എന്നല്ല പറഞ്ഞു. ഒന്ന് കുന്തം കൊണ്ട് മാറോ? കൂട്ടുകൂട്ടിരാന്ന് ഉറപ്പാ? എന്ത് കൂട്ടുകൂട്ടിരാന്ന് ഉറപ്പാ? ഞാൻ ആരോടും കൂട്ടുകെട്ടാനില്ല, കൂട്ടുകൂടാനില്ല. കൂട്ടുകൂട്ടില്ല, ഞാൻ പൊക്കോളാം. ഞാൻ ആരോടും കൂട്ടുകെട്ടാനില്ല, കൂട്ടുകൂടാനില്ല. പിന്നെ എണ്ണ ഒഴിക്കുവാണ് എടുത്തത്. ഓയിലാണോ വെളിച്ചെണ്ണാണോ? ഞാൻ ഏതത് ഓയിലാണോ? എന്താന്ന് പറ, കൂട്ടുകാർ കാണണ്ടേ. ഓയിലാണോ വെളിച്ചെണ്ണയാണോ? പറ കുഞ്ഞ. കൂട്ടുകാർ കമന്റ് ചെയ്യണത് ഓയിലാണോ വെളിച്ചെണ്ണയാണോ എന്ന്. കുഞ്ഞ് പറഞ്ഞു തരത്തില്ല. എന്താ കുഞ്ഞ? അതെന്താ അത്? കടുകാ? കുഞ്ഞു അടുത്ത് കടുക് ഇടുക കേട്ടോ. കുഞ്ഞ് പറഞ്ഞിട്ടുള്ള എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞ ശേഷം മാത്രമാണ് കടുക് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ആ എണ്ണ ചൂടായിട്ടുണ്ട്. ഇട്ടോ കുറച്ച് കേട്ടെ, കുറച്ച് ഇട്ടോ കേട്ടോ. പറയുമ്പോ ഇട്ടോ പറയുമ്പോ ഇടണേ കേട്ടോ. അങ്ങനെ പോട്ടെ കേട്ടോ. അല്ല നല്ലവണ്ണം പൊട്ടുന്നുണ്ട്. അതെന്താപ്പാ? എന്റെ പിന്നെ ക്യാരറ്റ്
പൊന്നിന്റെ സ്പെഷ്യൽ ക്യാരറ്റ് ആട്ടോ. പൊന്നു അടിപൊളിയായിട്ട് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റ് ആട്ടോ പൊന്നു ഉണ്ടാക്കുന്ന ക്യാരറ്റ് തോരന്. എന്താ ഞാൻ നമ്മളത് തേങ്ങ ഇടുവോ? എന്നാ തരോ? പൊന്നിന് സങ്കടം വന്നിട്ട് പൊന്നു കുഞ്ഞച്ചിനെ വിളിച്ചത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊന്നു നാട്ടിലേക്ക് വരികയാണ്, കുഞ്ഞച്ചിന് ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞു കേട്ടോ. പൊന്നു നാട്ടിലേക്ക് പോവാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നേ. അതെന്തൊക്കെ ഇട്ടെ? മഞ്ഞപ്പൊടിയാ. നല്ലോണം കുക്ക് ചെയ്യുന്ന അറിയാവുന്ന ആൾക്കാർക്ക് പ്രത്യേകതയുണ്ട്. അത് ഇളക്കുന്ന കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പൊന്നു പറഞ്ഞിട്ടുള്ള അല്ലേ പൊന്നു? ഒന്ന് മാറാലോ. അത് തേങ്ങയാ? അല്ല, എന്താ? കോക്കനട്ടാ? പുറത്തൊന്നും കൈയെടുക്ക്. ഭയങ്കര രസമായിട്ട് പൊന്നു ഉണ്ടാക്കും. നോക്ക്, അത് വട്ടത്തിൽ കറക്കി അതിങ്ങനെ ഇളക്കുമ്പോ അതെങ്ങനെയാ ഞാൻ തവി എങ്ങനെ പിടിക്കുന്നത് ശരിക്കും? നല്ലോണം ഇളക്കാൻ അറിയുന്ന ആൾക്കാര് അങ്ങനെയാ? അങ്ങനെ വേണ്ട പിടിക്കാനാ? ചൊറിയുന്നുണ്ടോ എവിടുന്നേലും? എന്നാ പോയി മാന്തോ. മതി തരുമോ? ഇവിടെ ചൊറിയുന്നു, മതിത്താട്ട്. മതിത്താ. സംഭവം എന്താ വെച്ചാ ഒന്നുമില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചേ? എന്തോ കുഞ്ഞു കരഞ്ഞാൻ തോന്നുന്നു കേട്ടോ. കുഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അടി കൂടിയതാ. എന്താ വിളിച്ചേ? എന്തായാലും തോരൻ റെഡിയാക്കാം. ഞങ്ങളുടെ പിണക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതെ കുഞ്ഞ പിണക്കം മാറിയില്ലേ? അങ്ങനെ ഒരു പിണക്കം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇണങ്ങി കേട്ടോ അല്ലേ? എങ്കിലും മുഖത്തിൽ പ്രകാശം വന്നിട്ടില്ല പൊന്നുവിന്റെ. എന്താടി പൊന്മണി, നീ എന്നെ വേദനിപ്പിച്ചില്ലേ? നീ എന്നെ കടിച്ചില്ലേ? എന്റെ കയ്യിൽ നല്ലോണം വലിച്ചു കഴിച്ചോട്ടോ. എനിക്കത് ഭയങ്കര വേദനിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് വഴക്കിന് തുടക്കം. എനിക്ക് അപ്പിടാൻ മുട്ടിയപ്പോഴാണ് വഴക്കിന് തുടക്കം. എനിക്ക് അപ്പിടാൻ മുട്ടി കൂട്ടാതെ. അപ്പൊ ഇവനോട് പറഞ്ഞു കുഞ്ഞു ഇവനെ ഒന്ന് പിടിക്കുന്നു. ഇവൻ പുറത്ത് പോയിട്ട് മടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ വന്നപാട് ഞാൻ 5 മണി ആയപ്പോൾ പോയതാണ്. എന്നിട്ട് ഇവിടുത്തെ ഒരു 11:30 ആയപ്പോഴാണ് വന്നത്. ഇവിടുത്തെ 5 മണിക്ക് തന്നെയാട്ടോ പോയതും. അപ്പോൾ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ വന്നപാടെ തന്നെ ഞാൻ പറയും, താക്കോലിങ്ങനെ മേശ വെച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, കൊച്ചിനൊന്നും എടുക്കുക, എനിക്ക് എപ്പോഴും മുട്ടുന്നേ പറഞ്ഞു. അവൻ പറഞ്ഞു ഞാനൊന്ന് വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനൊന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് പ്രശ്നം. ഒരു അപ്പിയിൽ നിന്നാണ് പ്രശ്നം വന്നത്. അപ്പിക്കിടാൻ മുട്ടി എൻ്റെ അമ്മ. നമുക്ക് വേറെ എന്തെങ്കിലും പിടിച്ചു വെക്കാന്ന് വിചാരിക്കാം. പിടിച്ചൊക്കെ പറ്റില്ലല്ലോ. സാറിന്റെ സങ്കടമായിപ്പോയോ? പിന്നെയോ, ഞാൻ അപ്പത്തൊരു കുഞ്ഞാണേലും എന്തോ വയറുവേനയൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര കരച്ചിലും കിടക്കുകയില്ല. ഇവൻ പുറത്ത് പോകുന്ന സമയമൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും അതെ. ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം മാത്രം ഛർദി. ഞാൻ പുറത്തു പോയ അപ്പൊ കുഞ്ഞ് കരച്ചിൽ തുടങ്ങും കേട്ടോ. ഞാൻ അടുത്തില്ലെന്ന് എങ്ങനെയോ അറിയും. എന്തോ സെൻസർ ഉണ്ടെന്ന് തോന്നുന്നു കുഞ്ഞിന്. മുട്ടുമ്പോഴേ പോകുള്ളൂ, അല്ലാണ്ട് അത്ര നേരം പോയി ഇരിക്കരുത്. ആകെ 2 മിനിറ്റ് അപ്പിടാൻ പോയി ഇരുന്നേനാണ് അവൻ പറയുന്ന കണക്ക്. നീ ഫോണും പിടിച്ച അവിടെ ബാത്റൂമിൽ 1 മണിക്കൂർ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കാറുണ്ടോ? എങ്ങനെ പറയല്ലേ? എന്താ നീ കുളിക്കും പോലെ ഞാൻ കുളിച്ചിട്ട് എത്ര നാളായി. ഞാൻ എങ്ങനെ കുളിക്കുന്ന ആളായിരുന്നു എനിക്കറിയാലോ. വെള്ളത്തിൽ ആറുമാതി അടിഞ്ഞാടി കുളിക്കുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ എങ്ങനെയാണ് കുളിക്കുന്നത്? ഓടിപ്പോയിട്ട് ഒന്ന് വെള്ളം ഒഴിക്കും, അപ്പത്തേക്കും കരയാൻ തുടങ്ങും. സാരല്ല, പോട്ടെ. കുടുംബജീവിതം ആകുമ്പോ എപ്പോഴും സന്തോഷം മാത്രം പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് അടിയിടിയൊക്കെ ഉണ്ടാവൂലേ? അതിനാ കേസ് നോക്കണേ. അപ്പിക്കേസാണ്. അപ്പോഴാണ് ഇവിടെ ചാടി കടിച്ചത്. എന്റെ കയ്യിലേക്ക് ചാടി കടിച്ചു. കൊച്ചിനെയും കരയിപ്പിച്ചു.
സാരല്ല. ഇച്ച് വിചാരിച്ച് കൊച്ചിനെ അങ്ങ് കരയിപ്പിക്കലങ്ങ് ഇച്ച എടുത്ത പാടെ കൊച്ചങ്ങ് കരയുന്ന നിൽക്കുന്നേ. കുറച്ച് നേരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചി പൊരിഞ്ഞ കരച്ചിലായില്ലേ. എന്നിട്ട് നൈസിന് ഞാനെന്ത് ചെയ്ത് കൊതി കുത്തി അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. എന്നിട്ട് നൈസിന് മെല്ലെ കൊണ്ട് വെക്കും എൻ്റെ അടുത്ത്. എനിക്ക് ചിരി വന്നിട്ടുണ്ടല്ലോ. സാരല്ല. സാരല്ല. ഇനി കണ്ണിക്കടി കിട്ടിയതാണോ? നമ്മൾ അധികം സന്തോഷിക്കുന്ന കണ്ടിട്ട് അത് മാത്രമേ ഉള്ളൂ. കണ്ണ് കിട്ടുന്നതാണോ? ആണോ? ചിലപ്പോ അതുമായിരിക്കും കേട്ടോ. കാരണം ഒരു അപ്പിക്കേസിൽ നിന്ന് ഞങ്ങളിങ്ങനെ വഴക്കൂടിയിട്ടേ വഴക്കൂടേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇതുവരെ. കൂട്ടുകാരപ്പം എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുപോലത്തെ അപ്പിക്കേസുകൾ ഇനി ആരുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. അപ്പിയൊക്കെ ഇടാൻ മുട്ടുമ്പോൾ അപ്പം തന്നെ പൊക്കണം. നിങ്ങൾ പാർട്ട്ണറിനെ ഹെൽപ്പ് ചെയ്യണം. അപ്പിടാൻ മുട്ടെന്നൊക്കെ പറയുമ്പോൾ പോയിട്ട് മുക്കി കൊടുക്കൊന്നും വേണ്ട, അവർ തന്നെ പോയിട്ടോളൂ. പക്ഷെ ഇങ്ങനത്തെ സന്ദർഭം വരുമ്പോൾ കൊച്ചിനെ പിടിച്ച് ശരിയാട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കണം. എല്ലാവരും നീ ആദ്യം ശ്രദ്ധിക്കുക, എന്നിട്ട് വേണം കൂട്ടുകാരോട് പറയാൻ. ശരി, ഞാൻ നല്ലോണം ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല, ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കൊക്കെ ദേഷ്യം വരും, സങ്കടം വരും, വിഷമം വരും. എന്നിട്ട് അവനത് പ്രാങ്ക് ആക്കാൻ പരിപാടി. ശരിക്കും വഴക്കുണ്ടാക്കിയിട്ട് അത് പ്രാങ്ക് ആക്കും. ഞാൻ ഉള്ള കാര്യം അതേപോലെ പറയും കൂട്ടുകാരെ. അതിപ്പോ അപ്പയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. അതെന്താ ആരും അപ്പിടാത്തല്ലോ. ശരിയാ. അതിന്റെ ഒരു രോദന എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. അതാണ് ഇന്ന് മൊത്തം കുഞ്ഞുവേനെ നോക്കി ഞാനത് കാരണം അപ്പി ഇട്ട് കുളിയും കഴിഞ്ഞു. ഫുഡും ഉണ്ടാക്കി കഴിച്ചു. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോഴൊക്കെ ഊതിത്തിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് നേരം മുന്നെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയ ആ സമയത്താണ് ഷൂട്ട് ചെയ്തേ. അത്ര ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി നടന്ന സംഭവം കേട്ടോ ഇത്. ഇന്നലെ രാത്രി നടന്ന സംഭവം. ഇന്നലെ രാത്രി നമ്മൾ പാർക്കിൽ പോയില്ലേ, പാർക്കിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് നേരെ ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നത് വൈകിയാ വന്നേ, കുറെ വൈകി വന്നേ. 11:30 ആയപ്പോഴാണ് എത്തിയത് ഇവിടെ. അപ്പൊ വരെ ഞാൻ പിടിച്ചിരിക്കും. 5 മണിക്ക് എനിക്ക് അപ്പിടെ മുട്ടിട്ടെന്ന് ഓർത്തൊക്കെ. 5 മണിക്കല്ല 7 മണിക്ക് എനിക്ക് അപ്പിടെ മുട്ടുന്നത്. അങ്ങനെ സമയമൊക്കെ നോക്കുന്ന നീ അല്ല, എപ്പോഴാ നിന്നെ ഞാൻ വിളിച്ചത് ആദ്യം. ഇവിടെ ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് വെക്കും കേട്ടോ. ഇവക്ക് എല്ലാ ഇങ്ങനെ സമയം എപ്പോഴാണ് നടന്നത്, അതുപോലെ എല്ലാ ഡേറ്റുകളും കാര്യങ്ങളും ടൈം ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ കുഞ്ഞുവിന്. അത് അപ്പിടാൻ മുട്ടിയതാണെങ്കിലും ഞാൻ എല്ലാം ഓർത്തിരിക്കും. സമയമാകുമ്പോ ഞാൻ അതിനുള്ളത് കൊടുക്കും. അത് അപ്പിയാണെങ്കിലും ശരി, കൊടുക്കേണ്ട സാധനത്തോട് പോലെ. നിനക്കിനി അപ്പിടാൻ മുട്ടുമ്പോ ഞാൻ നിന്റെ കുഞ്ഞുവിനെ തരും. എന്ത് സ്വഭാവടി. ഞാൻ അങ്ങനെ ഒന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ പകയൊന്നും വിട്ടാറില്ലേ. കണ്ടവളെ കണ്ണിൽ തന്നെ ഉണ്ടത്. പക്ഷെ ഞാൻ അവനെ നോക്കി പേടിപ്പിക്കും. പേടിക്കടാ, പേടിക്കും. അത് പിണങ്ങിയിട്ടുണ്ടായാലും അധികം ഒന്നും നിൽക്കൂല. ഞാൻ ആദ്യം പോയിട്ടോ കൂട്ടുകൂടും. അല്ല, ഇച്ചി ആദ്യം വന്നേ. ഇച്ചിയാണ് ആദ്യം പിണങ്ങിയിട്ടുണ്ടായാലും ഇന്നലെ രാത്രി തന്നെ സോറി പറഞ്ഞു കേട്ടോ. ഞാനപ്പോ തന്നെ സോറി പറയും. നമ്മൾ ചെയ്തത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ക്ഷമ പറയും. അപ്പൊ അറിയാം. അത് ഞാൻ സോറി എന്ന് പറഞ്ഞപ്പോ നീ എന്താ ചെയ്തേ? ഞാൻ തട്ടി മാറ്റി. ഇന്നലെ രാത്രി ഫുഡൊന്നും കഴിച്ചില്ലേ ഇവള്? ഞാനും കഴിച്ചില്ല. എനിക്കാണെ വിശന്നിട്ട് വയ്യ. ഞാനാണെ പുറത്ത് പോയിട്ട് വന്നിട്ട് എനിക്ക് വിശന്നിട്ട് വയ്യ. ഇവള് കഴിക്കാണ്ടാണ് എനിക്ക് കഴിക്കാനും തോന്നുന്നില്ല. എനിക്ക് വിശപ്പിന്റെ ദേഷ്യം എല്ലാം കൂടെ ആയിട്ടുണ്ടല്ലോ. അവരൊക്കെ ഉള്ളപ്പോ പിന്നെ മൂക്കള ഒലിപ്പിച്ചിട്ട് കരഞ്ഞോണ്ടെങ്കിലും ചേട്ടൻ ഈച്ചൊക്കെ ഇല്ലേ, അപ്പൊ അവരൊക്കെ ഉള്ളപ്പോ നമുക്ക് മൂക്കള ഒലിപ്പിച്ച് കരഞ്ഞോണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. 12 മണി സമയം, അപ്പത്തേക്കും 12 മണിയായി. അതുകൊണ്ടാണ് ഇവൾക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. അല്ലാണ്ട് ഞാൻ അന്നത്തോട് ഒരിക്കലും ഇതുവരെ ഇതുവരെ ഫുഡിനോട് എത്ര വഴക്കുണ്ടെങ്കിലും സാധാരണ അപ്പൊ ഞാൻ കഴിക്കുന്ന തന്നെ വന്ന് കഴിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു സാധാരണ. രാവിലെ ഉറക്കം എണീച്ചപ്പോഴേക്കും ഇന്നലെ നടന്ന കാര്യം മറന്നുപോയായിരുന്നു. എന്നിട്ട് രാവിലെ എണീച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സാധാരണ പോലെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഓർമ്മ വന്നേ അടി കൂടിയിട്ടാണല്ലോ കടന്നതെന്ന്. എന്നിട്ട് മുഖമൊക്കെ വെച്ച് കുഞ്ഞുച്ചീനൊക്കെ വിളിച്ചു പറഞ്ഞ് കുഞ്ഞേച്ചിനെ വിളിച്ചു പറഞ്ഞല്ലോ. കുഞ്ഞേച്ചി മുഖം കണ്ടപ്പോ ചോദിച്ചു എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. കുഞ്ഞേച്ചിയാണ് എൻ്റെ ഒരു എന്നുള്ളൊരു ശ്വാസം മാറിയാൽ തന്നെ കുഞ്ഞേച്ചിക്ക് വേഗം മണത്തറിയാൻ പറ്റും. ഇവളുടെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ ഇവക്ക് എന്തെങ്കിലും മനസ്സ് നൊണ്ടാ തന്നെ സൂസി അപ്പൊ അറിയും. വിളിച്ചു പറയണമെന്നോ അല്ലെ കാണണമെന്നോ അല്ല, പക്ഷെ കുഞ്ഞേച്ചിക്ക് അവിടെ അറിയാൻ പറ്റും എന്തൊരു
ലോ ഓഫ് അട്രാക്ഷൻ അറിയില്ലേ? ലോ ഓഫ് അട്രാക്ഷൻ. നല്ല ഇരുട്ടില്ലേ റൂമില്? നമ്മൾ കർട്ടനൊക്കെ അടച്ചിട്ടേക്കുക കേട്ടോ, കുഞ്ഞ് ഉറങ്ങുന്നതുകൊണ്ട് കർട്ടൻ അടച്ചിട്ടേക്കുക. അല്ല, വെളിച്ചത്തേക്ക് ഇങ്ങനെ നോക്കിക്കോണം. പിന്നെ വേറൊരു കാര്യം കുഞ്ഞാ, നീ നിർത്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്ന് താടി മീശയും ട്രിം ചെയ്തോ അന്ന് വഴക്കുണ്ടാവും അല്ലേ? എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എന്ന് താടി മീശയും താടി മീശ ഇതാക്കുന്നോ വെട്ടുന്നോ അന്ന് ഞങ്ങൾ വഴക്കായിരിക്കും. അന്ന് എന്താണെന്ന് അറിയത്തില്ല അല്ലേ? താടിക്കകത്ത് മീശ കുളിക്കുന്ന ദിവസം അതെ. നീ ഇന്നലെ കുളിച്ചില്ല? എല്ലാ ദിവസവും കൊറേ ആഴ്ച കൂടിട്ടോ. ഇവൻ കുളിക്കാറൊന്നുമില്ല. വെറുതെ പറയുന്ന ഉടുപ്പ് മാറ്റി മാറ്റി നടക്കുന്ന വെറുതെ പറയുന്ന കേട്ടോ. ഞാൻ എല്ലാ ദിവസം കുളിക്കുന്നത് ചെയ്യും. നീയാ കുളിക്കാതെ? ഇവളെ കുളിക്കത്തില്ല കേട്ടോ ഒരു ദിവസം. അറിയാം. പിന്നെ നീ ആരെ കാണിച്ചോണ്ട് കുളിക്കുന്നേ? അതിന് പിന്നെയോ? അല്ല പിന്നെ അമ്മന്റെ പുള്ളക്ക് എന്ത് മനസ്സിലായിട്ടോ? കുഞ്ഞുവാണെങ്കിൽ ഞാൻ കിടത്തിയിട്ട് എൻ്റെ മൂക്ക് അവളുടെ മൂക്കിൽ തട്ടിക്കണം. അങ്ങനെ എൻ്റെ ശ്വാസം അവളുടെ തലയിൽ എവിടെ എത്തണം. ഒന്ന് ഇങ്ങോട്ട് തല ധരിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ വരും നുഴഞ്ഞു നുഴഞ്ഞു. അപ്പൊ അങ്ങനെയായിരുന്നു കൂട്ടുകാരെ. അപ്പൊ എന്തായാലും അങ്ങനെയായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ അവസ്ഥ. ഇന്ന് അയ്യോ ഒന്ന് മാർക്ക് അറിയണ്ട. ഇനി എന്തായാലും നമുക്ക് ഇങ്ങനത്തെ കേസ് ഇട്ടൊന്നും പിടിക്കണ്ട കേട്ടോ. സങ്കടമൊക്കെ ആയിരുന്നു, എങ്കിലും ഇപ്പൊ സന്തോഷമായി അല്ലേ? സാരല്ല. അപ്പൊ അത്രേ ഉള്ളൂ കൂട്ടുകാരെ. ആ പറ. സോറി നീ പറ. കൂട്ടുകാരോട് പറ. സോറി ഇല്ല അതിന്റെ അങ്ങനെ ഞാൻ കൂട്ടുകാരോട്. അപ്പൊ അത്രേ ഉള്ളു കൂട്ടുകാരെ. ഇണക്കവും പിണക്കൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ വരുമെന്നൊന്നും നമ്മൾ ചിന്തിച്ചില്ല. അപ്പൊ അത്രേ ഉള്ളു. നല്ല ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നീ എന്നെ നാട്ടെ വിടുമെന്ന് പറഞ്ഞില്ല.